Good evening all. Last class we were discussed about scientific aptitude. So in this class we are going to discuss about scientific aptitude. So the word aptitude is derived from the Latin word aptos, which means joined or fitted for. Okay. Aptitude is the ability or skill to succeed in a specific field of activity. So what is aptitude? Aptitude എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ നമ്മൾ ഫിറ്റ് ആണോ, നമുക്ക് ആ എബിലിറ്റി ഉണ്ടോ, ആ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റി ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതിൻ്റെ മെഷർമെൻ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ലാറ്റിൻ വേർഡായ ആപ്റ്റോസിൽ നിന്നാണ് ആപ്റ്റിറ്റ്യൂഡ് വന്നിരിക്കുന്നത്. ആപ്റ്റോസിൻ്റെ മീനിങ് എന്താണ്? ജോയിൻറ്റ് ഓർ ഫിറ്റഡ് ഫോർ. ഓക്കെ, സോ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓർ സ്കിൽ ടു സക്സീഡ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഓക്കെ, ഇപ്പം നമ്മുടെ ജോലി എന്താണ്? ടീച്ചിങ് ആണല്ലേ. അപ്പോൾ ടീച്ചിങ്ങിനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് അളക്കാൻ വേണ്ടിയിട്ട്, എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ ദാറ്റ് ഈസ് റിവീലിംഗ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യാലിറ്റീസ് ഫോർ ദ ഫ്യൂച്ചർ. ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ്? ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലിനെയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആപ്റ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം പെർഫോമൻസ് ഒരു സ്പെസിഫിക് ഫീൽഡിൽ കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളത് കൂടെ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പല ജോബ് ഇൻ്റർവ്യൂസിന് മുമ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താറുണ്ട്. ഓക്കെ, നമുക്ക് തന്നെ നമ്മുടെ കേട്ടിട്ട് സെറ്റ് നെറ്റ് പോലുള്ള എക്സാംസിന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റസ് ഉണ്ട് അല്ലേ? അതിലെന്താണ് ചോദിക്കുന്നത്? ടീച്ചിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുക. എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യും, ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടില്ല, ഇത് ഏതായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ ടീച്ചിങ്ങിനോട് നമുക്ക് എത്രമാത്രം ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിൽ നമുക്ക് എത്രമാത്രം എബിലിറ്റി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ സ്കോർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനൊരു നല്ല ടീച്ചറാകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് നല്ലൊരു ടീച്ചറാകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫ്യൂച്ചറിൽ എങ്ങനെയുണ്ടാവും ഈ കുട്ടിയുടെ പെർഫോമൻസ് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, പിന്നെന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി പ്ലസ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കപ്പാസിറ്റി മാത്രമല്ല, നമുക്ക് ആ ഒരു സ്പെസിഫിക് ഫീൽഡിലുള്ള ഇൻട്രസ്റ്റും കൂടെ ചേർന്നതാണ് ടോട്ടൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, ആപ്റ്റിറ്റ്യൂഡ്സ് ആർ ടാലൻറ്റ്, പൊട്ടൻഷ്യാലിറ്റീസ് ഓർ അൺഡെവലപ്ഡ് കപ്പാസിറ്റീസ് ടു അക്വയർ അബിലിറ്റീസ് ആൻഡ് സ്കിൽസ് ആൻഡ് ടു ഡെമോൺസ്ട്രേറ്റ് അച്ചീവ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ്? നമുക്കിപ്പോൾ ഉള്ള കഴിവുകളെ മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അത് എന്താണ്, ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളാവും, പൂർണ്ണമായിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള കഴിവുകളായിരിക്കില്ല, പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ആ കഴിവ് എപ്പോഴും ഉണ്ടാകും. അങ്ങനെയുള്ള പൊട്ടൻഷ്യലിനെ നമുക്ക് എന്ത് പറയാം? ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻ്റലക്ച്വൽ ഫിനോമിനൻ ആൻഡ് ഈസ് ഇൻ്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. ഓക്കെ, ഇത് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടേമാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതല്ലേ, നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ ടെസ്റ്റ് ചെയ്യുകയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണാലിറ്റി നമുക്കതിലൂടെ റിവീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഈസ് പ്രസൻറ്റ് കണ്ടീഷൻ വിത്ത് എ ഫോർവേഡ് റെഫറൻസ്. ഓക്കെ, ദിസ് സെൻറ്റൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് കണ്ടീഷൻ വിത്ത് എ ഫോർവേഡ് റെഫറൻസ്. പ്രസൻറ്റ് കണ്ടീഷനുമാണ്, അതുപോലെ തന്നെ എന്താണ്, ഫ്യൂച്ചറിലേക്കുള്ളൊരു റെഫറൻസും കൂടിയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫെയർലി സ്റ്റേബിൾ ബട്ട് നോട്ട് പെർഫെക്റ്റ്ലി കോൺസ്റ്റൻറ്റ്. സ്റ്റേബിൾ ആയിരിക്കാം, പക്ഷേ എന്താണ്, കോൺസ്റ്റൻറ്റും അല്ല. ആപ്റ്റിറ്റ്യൂഡ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്.
This is also important. Aptitude is a contribution of both heredity and environment. Okay, ഈ സെൻറ്റൻസ് ഓർത്ത് വെക്കണം. Aptitude is a contribution of both heredity and environment. Okay. ഇനി നമുക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. So let's see what is the definition of aptitude. This definition is given by the scientist Bingham. Aptitude refers to those qualities characterizing person's way of behavior which serve to indicate how well he can learn to meet and solve certain specified kind of problems. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ക്വാളിറ്റീസ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ്? ചില സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓക്കെ, അല്ലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ്, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസ് ആണ് എന്ത് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ബൈ ദ സയന്റിസ്റ്റ് ഫ്രീമൻ. Aptitude is a combination of characteristic indicative of individual's capacity to acquire some specific skills. ഇദ്ദേഹം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടി ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ആക്ച്വലി ആപ്റ്റിറ്റ്യൂഡ്? നമ്മുടെ ഉള്ളിൽ ഇൻബോൺ ആയിട്ടുള്ള ക്വാളിറ്റീസ്, എബിലിറ്റീസ്, എന്തിനു വേണ്ടിയിട്ട്, ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസിനെ അല്ലെ പ്രോബ്ലംസിനെയൊക്കെ നേരിടാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ ഉള്ള എബിലിറ്റീസ് അല്ലെ ക്വാളിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഹെറിഡിറ്ററി എൻവയോൺമെൻറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും കോൺട്രിബ്യൂഷനാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഹെറിഡിറ്ററി എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ജനറ്റിക് ആയിട്ട് കിട്ടിയിരിക്കുന്ന ക്വാളിറ്റീസ്, എബിലിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ എന്താണ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിന്ന്, ഓക്കെ, ചുറ്റുമുള്ള ഒരു ഫാമിലി എൻവയോൺമെൻറ്റ്, അതുപോലെ സ്കൂളിലെ എൻവയോൺമെൻറ്റ്, നമ്മുടെ വളർന്നു വലുതാകുന്ന ഓരോ സാഹചര്യങ്ങളിലും അത് എങ്ങനെ നമ്മുടെ ഈ എബിലിറ്റീസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് ഘടകങ്ങൾ, അതായത് ഹെറിഡിറ്ററി, എൻവയോൺമെൻറ്റ്, ഇത് രണ്ടും എന്താണ് നമ്മുടെ ഉള്ളിലുള്ള എബിലിറ്റീസിനെ അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ഔട്ട്കം തരുന്നത്. ഓക്കെ, സോ ഇത്രയും സമയം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനെക്കുറിച്ചാണ്, ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ഇനി എന്താണ് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കുക, വാട്ട് ഈസ് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്നായിരിക്കും. അപ്പോൾ എന്താണ്, ഈ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ഈസ് ദ ഇൻഹെറൻറ്റ് എബിലിറ്റി. ഇവിടെ എവിടെയാണ് ഇതിന് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്നാണ് ഇതിൻ്റെ പേരല്ലേ. നമ്മൾ ഇത്രയും സമയം പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള എബിലിറ്റിയാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനു വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇതെന്താണ്, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഏത് ഫീൽഡിലായിരിക്കും ഈ എബിലിറ്റീസ് യൂസ് ചെയ്യേണ്ടി വരിക, സയൻസിൻ്റെ ഫീൽഡിൽ അല്ലേ. ഓക്കെ, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ഈസ് എ ഇൻഹെറൻറ്റ് എബിലിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് വിച്ച് ഹെൽപ്സ് ഇൻ അക്വയറിംഗ് റിക്വയർഡ് സ്കിൽസ് ആൻഡ് പ്രൊഫിഷ്യൻസി ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അപ്പോൾ ഈ എബിലിറ്റീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സയൻസിൻ്റെ ഫീൽഡിൽ സ്കിൽസ്, ഓക്കെ, അതുപോലെ പ്രൊഫിഷ്യൻസി, ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ പ്രൊഫിഷ്യൻസി ഇൻ സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ് ഇൻ ലേണിംഗ് സയൻസ് ആൻഡ് ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആർ സം ഓഫ് ദ ഡിറ്റർമിനൻസ് ഓഫ് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹെറിഡിറ്ററിയും എൻവയോൺമെൻറ്റും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും. ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ദ പ്രൊഫിഷ്യൻസി ഇൻ സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ് ഇൻ ലേണിംഗ് സയൻസ്.
അതുപോലെ എന്തായിരിക്കും ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, 2 ഫാക്ടേഴ്സാണ് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏതൊക്കെ ഫാക്ടേഴ്സാണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ് സ്കിൽസ് എന്താണെന്ന് പഠിച്ചല്ലേ. അപ്പോൾ ആ പ്രോസസ് സ്കിൽസിലുള്ള നമ്മുടെ പ്രൊഫിഷ്യൻസി, അതിലുള്ള നമ്മുടെ എബിലിറ്റി, ആ എബിലിറ്റി ആണ് ഫസ്റ്റ് ഫാക്ടർ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ദ പ്രൊഫിഷ്യൻസി ഇൻ സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ്. സെക്കൻഡ് ഫാക്ടർ എന്താണ്? ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, 2 ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് വൺ ദ പ്രൊഫിഷ്യൻസി ഇൻ സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ്. നെക്സ്റ്റ് വൺ എന്താണ്? ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് 2 ഫാക്ടേഴ്സ്. എന്ത് ഫാക്ടേഴ്സാണ്? സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇത് രണ്ടും. ഓക്കെ, ഇപ്പോൾ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതുക, കൂടെ ഈ 2 ഫാക്ടേഴ്സും എഴുതുക. ഇനി ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് നമ്മൾ പഠിച്ചു അല്ലേ. ആറ്റിറ്റ്യൂഡും പഠിച്ചു, ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡും പഠിച്ചു. ഇനി അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് മൈൻഡ് ജനറേറ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ്സ്. ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? സോ ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് മൈൻഡ് ജനറേറ്റിംഗ് ഇമോഷണൽ സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അത് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? ഇറ്റ്സ് എ മെൻ്റൽ പ്രോസസ്സ് അല്ലേ. മെൻ്റൽ പ്രോസസ്സാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു എന്താണ് ഓപ്പൺ മൈൻഡഡ്നെസ് അല്ലെങ്കിൽ ഒരു ഡിസയർ അല്ലേ, ഡിസയർ ഫോർ ആക്യുറേറ്റ് റിസൾട്ട്, അങ്ങനെയുള്ള ഒരു മെൻ്റൽ പ്രോസസ്സാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി. സയൻസിൻ്റെ സ്റ്റഡിക്ക്, അതായത് സയൻസ് പഠിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹം ഉണ്ടായിരിക്കണം? സയൻസ് പഠിക്കണം അല്ലേ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. മെൻ്റലി നമുക്കൊരു ഡിസയർ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് സയൻസ് സ്റ്റഡിക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ട കണ്ടീഷനാണ് എന്ത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ സ്റ്റഡിയിങ് സയൻസ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സയൻസ് പഠിപ്പിച്ചുകൊണ്ട് തന്നെ എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഈസ് ദ വേ വൺ ലുക്ക് അറ്റ് സയൻസ് ആൻഡ് ബിഹേവ്സ് അബൌട്ട് ഇറ്റ്. എന്താണ് അത്? നമ്മൾ സയൻസിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ളതാണ് എന്ത്? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. Scientific attitude is defined as open-mindedness, a desire for accurate knowledge, confidence in procedure for seeking knowledge, and expectation that the solution of the problem will come through the use of verified knowledge. അതെന്താണ്? ഒരു മൊത്തം ഒരു മെൻ്റൽ പ്രോസസ്സാണ് അല്ലേ, ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്. അതെന്താണ്? നമുക്ക് മെൻ്റലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുപോലെ ഡിസയർ ഫോർ ആക്യുറേറ്റ് നോളജ്, ആക്യുറേറ്റ് നോളജ് വേണമെന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുപോലെ കോൺഫിഡൻസ്, അതും എന്താണ്? ഒരു മെൻ്റൽ പ്രോസസ്സാണ്. അതുപോലെ എക്സ്പെക്റ്റേഷൻ, ഓക്കെ, നമുക്ക് ഫിസിക്കലി ഒന്നും ചെയ്യാനില്ല. എക്സ്പെക്റ്റേഷൻ ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം വിൽ കം ത്രൂ ദ യൂസ് ഓഫ് വെരിഫൈഡ് നോളജ്. ഈ നോളജിലൂടെ നമുക്കിതൊക്കെ കിട്ടും. ഓക്കെ, അതുപോലെ സയൻസ് പഠിക്കണമെങ്കിൽ പ്രീ റിക്വസിറ്റ് ആയിട്ടും വേണം. അതുപോലെ സയൻസ് പഠിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തുണ്ടാക്കാൻ വേണ്ടി പറ്റും? സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻബോൺ ഓർ ഇൻഹെറൻറ്റ് കപ്പാസിറ്റിയാണ്. ഓക്കെ, ഇത് നമ്മൾക്ക് എന്താണ്? സയൻസ് പഠിക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു കാര്യമല്ല ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് കുറേയൊക്കെ ജനറ്റിക് ആയിരിക്കും, ഹെറിഡിറ്ററി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു കുട്ടി ജനിക്കുമ്പം തന്നെ ആ കുട്ടിക്ക് ചിലപ്പം ഇൻബോൺ ആയിട്ട് ഓക്കെ അങ്ങനെ സയൻസിലൊരു ടാലൻ്റ് ഉണ്ടാകും. അതിനെ നമുക്ക് എന്ത് പറയാം? സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, സോ ആപ്റ്റിറ്റ്യൂഡിൻ്റെ, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് ഇൻഹെറൻ്റ് ആയിട്ട്, അതുപോലെ എന്താണ് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കുറേ ആപ്റ്റിറ്റ്യൂഡ് സ്കിൽസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. cannot be created,
നമ്മൾ ആറ്റിറ്റ്യൂഡ് പറഞ്ഞു, അത് ഇൻബോൺ അല്ല. ഓക്കെ, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു കുട്ടി സയൻസ് പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചുറ്റുമുള്ള സാഹചര്യത്തിലൂടെ കുട്ടിക്ക് ഉണ്ടായി വരുന്ന ഒരു ഫീലിംഗ് ആണ് എന്ത് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടു അല്ലേ? ആറ്റിറ്റ്യൂഡിൽ ഓപ്പൺ മൈൻഡഡ്നെസ്, അതുപോലെ ഒബ്ജക്റ്റിവിറ്റി, പിന്നെ എന്താണ് ഫ്രീഡം ഫ്രം സൂപ്പർസ്റ്റിഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മൾ വളരുന്നതനുസരിച്ച് നമുക്ക് കിട്ടി വരുന്ന കാര്യങ്ങളാണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷേ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് അതുപോലെയല്ല. നമുക്ക് ഇൻബോൺ ആയിരിക്കുമ്പം തന്നെ ചില കുട്ടികൾക്ക് സയൻസിനോടൊരു താല്പര്യം അല്ലെങ്കിൽ സയൻസിൽ ഒരു പ്രത്യേക എബിലിറ്റി ഉണ്ടാവും. അതുപോലെ ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ചെറിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, എങ്കിൽ പോലും കുറേയൊക്കെ എന്താണ് ഇൻബോൺ ആയിരിക്കും. ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ വിച്ച് മേ ബി പെർഫെക്റ്റഡ് ത്രൂ സയൻസ് സ്റ്റഡി. അതായത് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. നമ്മളിൽ എന്താണോ ഉള്ളത്, നമ്മളിൽ എന്ത് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് ആണോ നമ്മളെ ജനിക്കുമ്പോൾ ഉള്ളത്, അത് നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. കുറച്ച് മാത്രമേ ഉള്ളൂ എങ്കിലും നമുക്ക് സയൻസ് സ്റ്റഡിയിലൂടെ അതൊന്നെങ്കിൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി പറ്റും. അതാണ് സയൻസ് സ്റ്റഡിയിലൂടെ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിന് സംഭവിക്കുന്നത്. ഓക്കെ, സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്നതിലൂടെ ഉണ്ടാവുകയല്ല, ഉള്ളത് പെർഫെക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈവൻ ഇഫ് ദെയർ ഈസ് നോ ആപ്റ്റിറ്റ്യൂഡ് യു ക്യാൻ ടീച്ച് സയൻസ് ടു ആൻ ആവറേജ്. ഇനി നമുക്ക് അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ പഠിച്ച കാര്യങ്ങളിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എങ്ങനെ മാത്രം? ഒരു ആവറേജ് ലെവലിൽ മാത്രം. നമുക്കതിൽ എക്സൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇൻബോൺ ആയിട്ട് കുറച്ച് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ എക്സൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. Scientific aptitude is how good one is in science and its requirements. Scientific aptitude implies interest in specific activities. അങ്ങനെ ഇൻബോൺ ആയിട്ട് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക് എന്തായിരിക്കും സയൻറ്റിഫിക് ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യം ഉണ്ടാകും. ഓരോരുത്തർക്കും ഓരോ കഴിവാണല്ലോ ഇൻബോൺ ആയിട്ട്. ചിലർക്ക് മാത്സിലായിരിക്കും താല്പര്യം, ചിലർക്ക് സോഷ്യൽ സബ്ജക്ട്സിലായിരിക്കും താല്പര്യം. അങ്ങനെ ഓരോരുത്തർക്കും ഇൻബോൺ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്സ് ഉണ്ടാകും. സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് സയൻസിൽ കിട്ടിയിരിക്കുന്ന ടാലൻറ്റ് അല്ലെങ്കിൽ എബിലിറ്റീസ്, അതാണിത് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ഇവിടെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇത് പൂർണ്ണമായിട്ടും മെൻ്റലായിട്ടുള്ള ഒരു കാര്യമാണ്, മെൻ്റലി നടക്കുന്ന കാര്യങ്ങളാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാം? മെൻ്റലി ടെസ്റ്റ് ചെയ്യാം, അതുപോലെ ഫിസിക്കലി റിട്ടൺ എക്സാം ഒക്കെ ആയിട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.